തൃശൂർ ജില്ലയിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ 2 യുവതികൾ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കൾ. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്കും ചാലക്കുടി പോട്ട പാലസ് ആശുപത്രിക്കുമെതിരെയാണ് ആരോപണം. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജെയ്സൺ, 2 വ്യത്യസ്ത സംഭവങ്ങൾ, രണ്ടും ചികിത്സാ പിഴവെന്ന് പക്ഷേ ആരോപണം വന്നിരിക്കുന്നു. എന്താണ് രണ്ടിടത്തും സംഭവിച്ചത്? പ്രസവാനന്തര ശസ്ത്രക്രിയക്കിടെയാണ് ഒരു യുവതി മരിക്കുന്നത്. മാള സ്വദേശിനി നീതു ആണ് ആ രീതിയിൽ മരിക്കുന്നത്. അനസ്തേഷ്യയിലുണ്ടായ പിഴവാണ് മരണകാരണമെന്നാണ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ബന്ധുക്കൾ. പോട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സാ പിഴവുണ്ടായതെന്നാണ് ബന്ധുക്കൾ പ്രധാനമായും ആരോപിക്കുന്നത്. അനസ്തേഷ്യ നൽകിയതിന് ശേഷം ഫിക്സ് വന്നുവെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ തന്നെ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാം എന്നതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ ബന്ധുക്കൾ പോലീസിൽ പരാതിയുമായി പോയി കഴിഞ്ഞു. മറ്റൊന്ന്, കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും മരിച്ചത് കാർത്തിക എന്ന ഒരു യുവതിയാണ് മരിച്ചിരിക്കുന്നത്. പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് അപകടങ്ങളൊന്നുമില്ല, കുട്ടി സുഖമായിരിക്കുന്നു. പക്ഷേ ഇതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ അസ്വസ്ഥത വരികയും പിന്നീട് നടത്തിയ സ്കാനിങ്ങിലാണ് ഗുരുതരമായ പഴുപ്പ് ശരീരത്തിൽ ബാധിച്ചതായി കണ്ടെത്തുന്നത്. പിന്നീട് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് മരണം സംഭവിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടർക്കെതിരെ കുടുംബം വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ചികിത്സയിലുണ്ടായ ഗുരുതരമായ പിഴവ് തന്നെയാണ് ഇത്തരമൊരു മരണകാരണം എന്നാണ് അവർ പറയുന്നത്. അവർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാത്ത പക്ഷം സമര പരിപാടികളുമായി രംഗത്ത് വരാൻ തന്നെയാണ് ഈ മരിച്ച കാർത്തികയുടെ കുടുംബത്തിന്റെ തീരുമാനം. ശരി ജെയ്സൺ, തൃശൂർ ജില്ലയിലാണ് രണ്ടിടത്തായി പ്രസവാനന്തര ചികിത്സയ്ക്കിടെ 2 യുവതികൾ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഉയർന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ജെയ്സൺ ചാമവളപ്പിൽ നൽകിയത്.